ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്വർണത്തിൻ്റെ വിഷയത്തിൽ രവീന്ദ്രനും ചന്ദ്രയും തമ്മിൽ വഴക്കിട്ടിരിക്കുവാണല്ലോ. രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രയോട് മിണ്ടില്ലെന്നുള്ള ഉറച്ച വാശിയിലാണ് രേവതിനോട് മാപ്പ് പറഞ്ഞാലേ താൻ മിണ്ടുള്ളൂ എന്നും പറഞ്ഞാണ് രവീന്ദ്രൻ നിൽക്കുന്നത്. സച്ചിയും രേവതിയും ഒരുപാട് പറഞ്ഞു നോക്കി, എന്നോട് മാപ്പൊന്നും പറയേണ്ട, അച്ഛൻ മിണ്ട്, അമ്മേനോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും രവീന്ദ്രൻ കേൾക്കുന്നേ ഇല്ലേ. സച്ചിയും പറഞ്ഞു, അങ്ങനെ എല്ലാ മക്കളും മരുമക്കളും എല്ലാവരും പറഞ്ഞു രവീന്ദ്രൻ്റെ അടുത്തും ചന്ദ്രയുടെ അടുത്തും. പക്ഷേ അവരുടെ വഴക്ക് അവസാനിക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് സച്ചി ഇതിനൊരു മാർഗം കണ്ടെത്തുവാണ്. അതെന്താന്ന് വെച്ചാൽ, ശ്രുതി കൊടുത്ത 2 ലക്ഷം രൂപയ്ക്ക് രേവതി സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, വാടക കോടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി അങ്ങനെ കാറൊക്കെ നോക്കിയിരുന്നിട്ട് രേവതിയോട് സെലക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആ സമയത്താണ് സച്ചിനോട് പറയുന്നത്, സച്ചിയേട്ടാ നമുക്കിപ്പോൾ കാറൊന്നും നോക്കണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ തന്നെയല്ലേ രേവതി സെക്കൻഡ് ഹാൻഡ് കാർ ഒരെണ്ണം മേടിച്ച് വാടക ഓടിക്കാൻ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്താ നീ വേണ്ടാന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കാറും കൊണ്ട് പോയാൽ അവർക്കും സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇത് വീട്ടിൽ നമ്മുടെ സിറ്റുവേഷൻ സച്ചിയേട്ടൻ അറിയാലോ. അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ, അച്ഛനും അമ്മയും തല്ലുപിടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ മാത്രം സന്തോഷിക്കുന്നത് ശരിയല്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കാർ മേടിക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ നീ പറയുന്നതിലും കാര്യമുണ്ട്, അവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അച്ഛൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് മേടിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എങ്ങനെ മിണ്ടിക്കും സച്ചിയേട്ടാ നമ്മൾ ഒരുപാട് ശ്രമിച്ചില്ലേ, പക്ഷെ അവരുടെ വഴക്ക് മാറുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവർ തമ്മിലുള്ള വഴക്ക് മാറ്റാൻ ഒരേ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതാരാ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അതൊക്കെ ഞാൻ പറയാം, നീ കണ്ടോ എന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അച്ചമ്മയെയും കൂട്ടി വരുവാണ് വീട്ടിലോട്ട്. ചന്ദ്രക്ക് പേടിയുള്ള ഒരേ ഒരാൾ അച്ചമ്മയാണെന്നും അതേസമയം അച്ചമ്മ പറഞ്ഞാൽ തൻ്റെ അച്ഛൻ എന്തും അനുസരിക്കുന്നും സച്ചിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാൾ അച്ചമ്മയാണെന്ന് സച്ചി മനസ്സിലാക്കുവാണ്. എന്നിട്ട് അച്ചമ്മയും കൊണ്ട് വരുവാണ്. വരുന്ന വഴിക്കിൽ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതിയുടെ സ്വർണം മുക്കുപണ്ടം ആയതും ആ കുറ്റങ്ങളൊക്കെ രേവതിയുടെ വീട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ചതൊക്കെ അച്ചമ്മനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താടാ ഇതെന്നോട് അപ്പം തന്നെ പറയാതിരുന്നത്? അപ്പോൾ സച്ചി പറയും, അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമായിരുന്നില്ലേ, അച്ചമ്മേനെ ആ സമയത്ത് വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തു എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അങ്ങനെ നീ പറഞ്ഞത് ശരിയല്ല സച്ചി, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്നോടും കൂടി പറയണം. ഇത് നിങ്ങൾ മാത്രം വിഷമിച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയത് ഒട്ടും ശരിയായില്ല. ഏതായാലും നിൻ്റെ അമ്മയ്ക്ക് ഇത്ര അഹങ്കാരം കൂടിയോ, വെച്ചിട്ടുണ്ട് അവക്കെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് കലിതുള്ളി പോവാണേ. ആരോടും പറയാതെയാണല്ലോ അച്ചമ്മയുടെ വരവ്. സച്ചി ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അച്ചമ്മ വരുന്നതും ഫ്രണ്ടിൽ തന്നെ രേവതി ഉണ്ടാവും. രേവതി ഓടിപ്പോകുന്നുണ്ട്. അച്ചമ്മേ, ഇതെന്താ ഒരു മുന്നറിയിപ്പും തരാതെ, പറഞ്ഞില്ലല്ലോ വരുന്നെന്ന്. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്നോട് മിണ്ടണ്ട, നീയും എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കും, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോ, എന്ത്? അപ്പോൾ അച്ചമ്മ ഒന്നും മിണ്ടുന്നില്ലേ, തലയും കുമ്പിട്ട് നിൽക്കുവാണ്. അപ്പോൾ രേവതി സച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. സച്ചി പറയും, ഞാനെല്ലാം പറഞ്ഞു രേവതി അച്ചമ്മേനോട്, അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അച്ചമ്മയ്ക്കേ സാധിക്കൂ, അതുകൊണ്ട് അച്ചമ്മയോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അച്ചമ്മേ എന്നോട് ക്ഷമിക്കണം, അച്ചമ്മയോട് ഞങ്ങൾ മനഃപൂർവ്വം പറയാത്തതാ, അച്ചമ്മയുടെ 80-ാം പിറന്നാൾ അച്ചമ്മ നല്ലോണം സന്തോഷിച്ച് വേണം ഇവിടെ നിന്ന് പോകാനെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം ഞങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അന്നത്തെ സിറ്റുവേഷൻ എന്താകുമെന്ന് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും വയ്യ, ഇപ്പം തന്നെ ഇങ്ങനെ. അപ്പോൾ പറഞ്ഞിരുന്നെങ്കിലോ അച്ചമ്മയുടെ പിറന്നാൾ ആയിപ്പോയാനെ അച്ചമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എന്നാലും മോളെ, നിങ്ങൾ എത്രയും കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചല്ലോ. ഒരു കുടുംബം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് പങ്കിടാനുള്ളൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മാത്രം വിഷമിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കുന്നത് എനിക്കതിപ്പോൾ ഓർക്കാൻ പോലും വയ്യ, നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു രേവതി മോളെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ചമ്മയുടെ സന്തോഷമാണ് വലുത്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കും, എവിടെ അവള്, എൻ്റെ മരുമകള്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ അകത്തുണ്ട് അച്ചമ്മയെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ നേരെ അകത്തോട്ട് പോവുകയാണേ. ചന്ദ്ര കണ്ടിട്ടൊന്നുമില്ല അച്ചമ്മ വരുന്നത്. ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോ കാര്യങ്ങൾ. അപ്പോഴേക്കും അച്ചമ്മ ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ ചന്ദ്ര ഞെട്ടി ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചമ്മ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, ആ ഇതാര്, അമ്മയോ? അമ്മ ഇതെന്താ, ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ ഒന്നും മിണ്ടുന്നില്ലേ, ഇങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ ചന്ദ്ര വീണ്ടും ചോദിക്കും, ഇതെന്താ ഒരു മുന്നറിയിപ്പ്
കുഴപ്പമില്ലാതെ വരുന്ന കാര്യമൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ, ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ചന്ദ്രയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അല്ലമ്മേ അമ്മ ഇപ്പം പോയല്ലേ ഉള്ളൂ പിറന്നാളൊക്കെ ആഘോഷിച്ച്, അതുകൊണ്ട് പെട്ടെന്ന് എന്താ വന്നേന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, അങ്ങനെ വരേണ്ട ഒരു ആവശ്യം വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കലിപ്പിച്ച് നോക്കുവാണ് ചന്ദ്രയെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അച്ചമ്മ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവാണേ. ചന്ദ്ര ഇങ്ങനെ രേവതിയെ ദേഷ്യത്തിൽ നോക്കും. അപ്പോഴേക്കും അച്ചമ്മ പറയും, നീ അവളെ നോക്കണ്ട, അവളല്ല എന്നോട് പറഞ്ഞത്, നിന്റെ മോൻ സച്ചി അവനാ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ പേടിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. കാരണം അച്ചമ്മ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒച്ചെടുത്തു കഴിഞ്ഞാൽ അച്ചമ്മ നല്ലത് തരുമെന്ന് ചന്ദ്രക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ട് നിൽക്കുവാണ്. ഏതായാലും നിന്റെ സ്വഭാവം ഒരു മാറ്റവും ഇല്ലല്ലോ ചന്ദ്രേ, നീ ഇത്രയും തരം താഴ്ന്നു പോയോ, എവിടെ രവീന്ദ്രൻ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, അദ്ദേഹം ടെറസിലുണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയും, പോയി വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര, ഞാനോ, അത് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ മുഖം കുമ്പിട്ട് നിൽക്കുവേ. അപ്പോഴേക്കും സച്ചി പറയും, അച്ചമ്മേ അവർ തമ്മിൽ മിണ്ടുന്നില്ല, ഞാൻ അച്ചമ്മയോട് പറഞ്ഞായിരുന്നില്ലേ, അമ്മ വിളിച്ചാലും അച്ഛൻ വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, ഹോ അത് ശരിയാ, ഞാനത് ഓർത്തില്ല, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ മോനെ ഞാൻ തന്നെ പോയി കണ്ടോളാം, നീ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ നേരെ മോളിലോട്ട് പോകുവാണ്. മോളിൽ പോകുമ്പോഴേക്കും രവീന്ദ്രനും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കും, മോനെ രവീന്ദ്ര എന്ന് വിളിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചമ്മ കേട്ടോ. രവീന്ദ്രൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. അമ്മ ഇതെപ്പോൾ വന്നു, വരുന്ന കാര്യം പറഞ്ഞു പോലും ഇല്ലല്ലോ അമ്മേ, ഞാൻ അമ്മയെ പറ്റി ഇപ്പോൾ വിചാരിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്താടാ മോനെ ഇങ്ങനെ ഇപ്പോഴും ഒരു പിള്ളേരെ പോലെ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എന്താ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ എല്ലാം അറിഞ്ഞു, എൻ്റെ മക്കൾ എന്നോടെല്ലാം പറഞ്ഞു, സച്ചി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു എന്ന് അച്ചമ്മ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ഇങ്ങനെ പിള്ളേരെ പോലെ എന്തിനാടാ കാണിക്കുന്നത്, നീയും നിൻ്റെ ഭാര്യയും ചെറുപ്പമൊന്നും അല്ല ഇങ്ങനെ വഴക്കിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പറഞ്ഞു തീർക്കണം, അല്ലാതെ ഇങ്ങനെ സംസാരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ അവൾ ചെയ്ത തെറ്റ് അവൾ അംഗീകരിക്കുന്നില്ല, തെറ്റ് ചെയ്തതും പോരാനിട്ട് ആ കുറ്റം രേവതി മോളുടെ തലയിലും അമ്മയുടെ തലയിലും രേവതിയുടെ വീട്ടുകാരുടെ തലയിലൊക്കെ കെട്ടിവെക്കാനാണ് അവൾ നോക്കിയത്, അവൾ ഇപ്പോഴും അവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നില്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അത് പുതിയ കാര്യമല്ലല്ലോടാ, അവൾ പണ്ട് തൊട്ട് അങ്ങനെ തന്നെയല്ലേ, അവളെല്ലാം ചെയ്യുകയും ചെയ്യും, പക്ഷെ ഒന്നും അവൾ അംഗീകരിച്ച് തരത്തുമില്ല, അവളുടെ സ്വഭാവം നീ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ രവീന്ദ്ര ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അമ്മേ ഇത്രയും നാളും ഞാൻ എല്ലാം സഹിച്ചില്ലേ അമ്മേ, ഇനി എനിക്ക് വയ്യ, അവളുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം, ഞാൻ മിണ്ടാതിരുന്നിട്ട് പോലും അവൾ മാപ്പെന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നില്ല, അവൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ തന്നെ ഇങ്ങനെ വഴക്കിട്ടിരിക്കരുത്, ഈ അച്ഛനും അമ്മയും കുടുംബത്തിൽ വഴക്കിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടല്ലേ അവരും പഠിക്കത്തുള്ളൂ, നിങ്ങളുടെ മക്കൾ നാളെ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെ അവരും കാണിക്കും, അവരും തമ്മി മിണ്ടാതിരുന്നെങ്കിലോ വീട്ടിലപ്പോൾ ഒരു സമാധാനം ഉണ്ടാവോ, നിങ്ങളെ കണ്ടു വേണം അവരൊരു മാതൃകയാക്കാൻ വേണ്ടി, അപ്പോൾ ആ മാതൃകയാക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ മിണ്ടാതിരുന്നാലോ, നീ ചന്ദ്രയോട് ക്ഷമിക്ക്, അവളോട് മിണ്ടണം എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ഇല്ലമ്മേ എന്നെക്കൊണ്ടത് പറ്റത്തില്ല, കാരണം അത്രയും വലിയൊരു തെറ്റാണ് അവൾ ചെയ്തത്, അതും പോരാനിട്ട് അവളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരി രേവതിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവൾ കൊടുത്തേന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയും ചെയ്തോ അവള്, ഇതെന്നോട് സച്ചി പറഞ്ഞില്ലല്ലോ, എന്നാലും ഈ ചന്ദ്ര എന്താ, അവൾക്ക് സുധി എന്ന് പറഞ്ഞാൽ ജീവനാ, അതാ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൾ ചെയ്യുന്ന തെറ്റുകളൊന്നും അവളുടെ കണ്ണിൽ പോകുന്നില്ല മോനെ, നീ അത് മനസ്സിലാക്ക്, അവളോ അവളുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല, നീയും അങ്ങനെ തന്നെ പോയാലോ, പ്രായമായി വരുവാ മോനെ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലേ, ഈ അമ്മ പറയുക, നീ അവളോട് ക്ഷമിക്കണം, അവളോട് മിണ്ടണം എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, അമ്മേ ഞാൻ ക്ഷമിക്കാം, പക്ഷെ അവൾ രേവതിയോട് മാപ്പ് പറയണം എന്ന് പറയുവാണ് രവീന്ദ്രൻ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, മോനെ അതൊരിക്കലും വേണ്ട, അവളെ കൊണ്ട് രേവതിയോട് ഒരിക്കലും മാപ്പ് പറയിക്കരുത്, കാരണം എങ്ങാനും എല്ലാവരുടെ മുമ്പിലും അവൾ മാപ്പ് പറയേണ്ടി വന്നാൽ പിന്നെ അവളുടെ ദേഷ്യം, രേവതിയോടുള്ള ദേഷ്യം നിനക്കറിയാലോ, അത് ഇരട്ടിയാകും, പിന്നെ ആ കാര്യം ആ നാണക്കേട് ഓർത്തിട്ട് ആ ദേഷ്യം കൂടി രേവതിയെ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ, അവളെ ഇട്ട് വിഷമിപ്പിക്കും, അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒരിക്കലും രേവതിയോട് മാപ്പ് പറയണ്ട,
മാപ്പ് പറഞ്ഞു എന്ന കാരണം കൊണ്ട് എൻ്റെ രേവതി മോൾ ഒരിക്കലും ഇനി ഈ വീട്ടിൽ വിഷമിക്കേണ്ടി വരരുത്. എൻ്റെ ഒരു ആവശ്യമാണ്. നീ അതൊന്ന് മനസ്സിലാക്കുക. അവളെ കൊണ്ട് നീ മാപ്പ് പറയിക്കണ്ട. പക്ഷേ അവളെ കൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് പറയിക്കും, അത് പോരെയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ അച്ഛമ്മ വീണ്ടും പറയും, എൻ്റെ മോനല്ലേ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ, അവളോട് ക്ഷമിക്ക്, വാ നമുക്ക് താഴത്തോട്ട് പോയി ഇതൊക്കെ പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെയും കൊണ്ട് താഴെ പോകുവാണേ അച്ഛമ്മ. ഹോളിൽ രേവതിയും സച്ചിയും ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേയൊക്കെ അച്ഛമ്മ രവീന്ദ്രനെയും കൂട്ടി വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എൻ്റെ രവിമോനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ചന്ദ്രേ, അവൻ നിന്നോട് ക്ഷമിച്ചോളും, അവൻ നിന്നോട് മിണ്ടും, പക്ഷെ നീ അവനോട് മാപ്പ് പറയണം എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുവേ, പറയും, നീ രേവതി മോളോട് മാപ്പൊന്നും പറയണ്ട, അതോർത്ത് നീ പേടിക്കണ്ട, നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കുകയുമില്ല, പക്ഷെ നീ രവീന്ദ്രനോട് മാപ്പ് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ രവി നിൻ്റെ ഭർത്താവാ, ഒരു ഭർത്താവ് അറിയാതെ നീ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എന്ത് വലിയ തെറ്റാ ചന്ദ്ര നീ ചെയ്തത്. എല്ലാ മക്കളെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ. മക്കളെ മാത്രമല്ല മരുമക്കളെയും നീ ഒരുപോലെ കാണണം. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. നിന്റെ ഭർത്താവ് അറിയാതെ നീ ഈ തെറ്റുകൾ ചെയ്തു. ഭർത്താവ് അറിഞ്ഞിട്ടും ഈ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റിന് കൂട്ടു നിൽക്കാനും പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ചന്ദ്രേ. അതിന് നീ നിൻ്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മടിച്ചാണെങ്കിലും ചന്ദ്ര പറയും, എന്നോട് ക്ഷമിക്കണം രവിയേട്ടാന്ന് പറയുവാണ്. ഞാനിനി ഒന്നും ചെയ്യത്തില്ല, രവിയേട്ടൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്രക്ക് അതേസമയം ദേഷ്യമുണ്ട്. കാരണം രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഈ മാപ്പ് പറയിക്കുന്നത്. രേവതിയോട് മാപ്പ് പറഞ്ഞില്ലെങ്കിലും രേവതിയുടെ സാന്നിധ്യത്തിൽ ഒരു മാപ്പ് പറയേണ്ടി വന്നതിൽ ചന്ദ്രക്ക് ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കും, മതിയില്ലേ മോനെ, നിന്റെ ദേഷ്യമൊക്കെ മാറിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അമ്മേ, ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവൾ മാപ്പ് പറയുമ്പോഴും ഇവിടെ എല്ലാവരും വേണം എന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയും, അതിവൻ പറഞ്ഞത് ശരിയാ സച്ചി, നീ എല്ലാവരെയും വിളിച്ചോണ്ടും വാ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി എല്ലാവരെയും വിളിക്കുന്നുണ്ട്, ശ്രുതിയെയും ശ്രുതിയെയും വർഷയെയും ശ്രീകാന്തിനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും അച്ഛമ്മയെ അപ്പോഴാണ് കേട്ടോ കാണുന്നത്. അച്ഛമ്മ ഇത് എപ്പോൾ വന്നു എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും, അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ ദേ ചന്ദ്ര രവിയോട് മാപ്പ് പറയാൻ പോവാണ്. നിങ്ങളുടെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ അവൾ മാപ്പ് പറയുമ്പോഴും നിങ്ങളെല്ലാവരും ഇവിടെ വേണം എന്ന് പറയുവാണ്. ചന്ദ്രക്ക് അതിലും വലിയൊരു നാണക്കേടും അപമാനവും ഉണ്ടാവാനില്ല. കാരണം എല്ലാവരുടെ മുമ്പിലും താൻ ചെറുതാവുകയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് ചന്ദ്രക്ക്. ദേഷ്യത്തിൽ ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട്. നല്ല ദേഷ്യം ഉണ്ടെങ്കിലും അച്ഛമ്മ പറഞ്ഞതല്ലേ, ചന്ദ്രക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല രവീന്ദ്രനോട് ചെയ്തത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് ചന്ദ്രക്ക് ചെറുതായിട്ടുണ്ട്. പിന്നെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര മനസ്സോടെ എല്ലാവരുടെ മുമ്പിലും മാപ്പ് പറയുവാണ്. എന്നോട് ക്ഷമിക്കണം, ഞാനിനി ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല, രവിയേട്ടൻ അറിയാത്ത ഒരു കാര്യവും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര മാപ്പ് ചോദിക്കുവാണ്. എനിക്ക് മാപ്പ് തരണം രവിയേട്ടാന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറയും, ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, നിൻ്റെ ദേഷ്യമൊക്കെ മാറിയില്ലേ മോനെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ, മാറി, എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുമ്പിട്ടിരിക്കുവാണേ. സത്യത്തിൽ രവീന്ദ്രനെ നല്ല ദേഷ്യമുണ്ട്. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ മാപ്പ് രവീന്ദ്രൻ സ്വീകരിച്ചത്. പിന്നെ അച്ഛമ്മ ശ്രുതിയെ വിളിക്കുന്നുണ്ട്, മോനെ ശ്രുതി, നീ ഇങ്ങോട്ട് വന്നിടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി. എന്താ അച്ഛമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുവാണേ അച്ഛമ്മ. അപ്പോഴേക്കും ശ്രുതി, അച്ഛമ്മേ എന്താ ഇതെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ, എന്താ ഇത്, നീ മിണ്ടിപ്പോകരുത്, നീ ഒരാൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായത്, നീ എന്താടാ ഇങ്ങനെ, കുറേ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ നിനക്കൊരു ബുദ്ധി അല്പം പോലും ഇല്ലടാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അച്ഛമ്മേ, ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പോയി, അങ്ങനെ പറ്റിപ്പോയതാന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, നീ പറ്റിക്കപ്പെട്ടപ്പോൾ നീ ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നു, അങ്ങനെയാണോടാ ജീവിതത്തിൽ മുന്നേറേണ്ടത്? നിനക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാവരുടെ മുമ്പിലും സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കിക്കൂടായിരുന്നോ? അല്ലാതെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒരാളുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് നാണക്കേട്. ഇനി ആ കാര്യം ഞാൻ വീണ്ടും കൊത്തിപ്പൊക്കുന്നില്ല, എന്നാലും ഇനി ഇതുപോലൊരു തെറ്റ് നീ ആവർത്തിക്കരുത്. എനിക്കിനി നിന്നോടാ മോളെ ശ്രുതി പറയാനുള്ളത്. അവൻ്റെ അമ്മ അവനെ കൊഞ്ചിച്ച് ഇങ്ങനത്തെ കോലമാക്കി. ഇപ്പോൾ നീ ഭാര്യ അവനെ ഇതേപോലെ തോന്നിവാസ്യത്തിനെ കാണിക്കാൻ കൂട്ട് നിൽക്കരുത് മോളെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഇതൊന്നും ചെയ്തത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ പിന്നീട് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും, നീ ഇനി അതൊക്കെ ശ്രദ്ധിക്കണം, ഇവൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവൻ അത്രയും സ്നേഹിച്ച് കൊഞ്ചലോടൊക്കെയാണ് വളർന്നിരിക്കുന്നത്, എത്രയോ
മോശമാവോ അത്രയോ മോശം സ്വഭാവമാണ് ഇവൻ്റെ. നീ പ്രത്യേകം ശ്രദ്ധിച്ച് ഇവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നീ വേണം ഇവനെ ഇനി നേരെയാക്കി എടുക്കാൻ എന്നൊക്കെ അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്. അവൻ്റെ അമ്മയെ പോലെ നീയും എല്ലാത്തിനും കൂട്ട് നിൽക്കരുത് മോളെ, അങ്ങനെ കൂട്ട് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം തന്നെയായിരിക്കും താളം തെറ്റുന്നതെന്നൊക്കെ അച്ചമ്മ കുറേ മുന്നറിയിപ്പൊക്കെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും ഞാൻ ശ്രദ്ധിച്ചോളാം അച്ചമ്മ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനിയിപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ, അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ അവിടെ നിന്ന് എല്ലാവരും അപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ രവീന്ദ്രൻ്റെ ആ ദേഷ്യമൊന്നും മാറിയിട്ടില്ല, അത് അച്ചമ്മക്ക് മനസ്സിലായിട്ടുമുണ്ട്. എന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഇവരുടെ വഴക്ക് മാറ്റിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ വീണ്ടും ഒരു കാര്യം ചെയ്യുവാണ്. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം വായിലിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദ്രയും വായിലിട്ട് കൊടുക്കാൻ ഒരു പിടി കൊടുക്കുമ്പോഴേക്കും രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. രവീന്ദ്രൻ എന്തോ അതിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ചന്ദ്ര ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവൾ ആത്മാർത്ഥമായിട്ടല്ല മാപ്പ് പറഞ്ഞതെന്ന് രവീന്ദ്രന് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രൻ ആത്മാർത്ഥമല്ല ആ മാപ്പ് സ്വീകരിച്ചതെന്നും ചന്ദ്രക്കും നല്ല ബോധ്യമുണ്ട്. അച്ചമ്മക്കും മനസ്സിലായി ഇവർ തമ്മിലുള്ള വഴക്ക് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ചന്ദ്ര മാപ്പ് പറഞ്ഞല്ലോ. അച്ചമ്മ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഇനി ഇവർ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും എല്ലാം തീർത്തട്ടെ അച്ചമ്മ ഇനി ആ വീട്ടിൽ നിന്നും പോകുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനിയും കൂടുതൽ ചെമ്പനീർ പൂവിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.